അങ്ങനെ ട്രിവാൻഡ്രം കന്യാകുമാരി ട്രിപ്പ് പോകാനായിട്ട് ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. വളരെ 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 നാളുകൾക്ക് മുമ്പ് വന്നതാണ് ഇവിടെ. പിന്നെ ഇപ്പോൾ കോട്ടയം സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. പണ്ട് ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുമ്പോൾ, ബോംബെ ജോലി ചെയ്യുമ്പോൾ വന്നതാണ് ഇവിടെ. ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോഴല്ല, ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ബസ്സിന് പോകുമായിരുന്നു, ഇടയ്ക്ക് ട്രെയിന് പോകും. അപ്പോൾ ഓർമ്മകൾ പുതുക്കാനായി വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെ നോക്കിയാൽ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ ലഗേജൊക്കെ ഉണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്നും പാക്ക് ചെയ്ത് ഇനി ട്രെയിനിൽ കയറിയിട്ട് സ്വസ്ഥമായിട്ട് വേണം കഴിക്കാൻ. ഇവിടെ ഇപ്പോൾ വേണാട് എക്സ്പ്രസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ കന്യാകുമാരി എക്സ്പ്രസ്സാണ്. ഞങ്ങൾ വന്ദേമാതരയ്ക്ക് പോകണമെന്നൊക്കെ വിചാരിച്ച, പക്ഷെ അത് രാത്രിയിലാണ് കോട്ടയത്തിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് പോകാൻ പറ്റിയില്ല. അതൊന്ന് കയറണമെന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ വന്നു കഴിഞ്ഞു. കന്യാകുമാരി എക്സ്പ്രസ് ആകെയാ. അപ്പം ഞങ്ങളുടെ B2 ആണ്, AC കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൽ ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ ഒരു സ്ഥലം നോക്കിയാണ് ഞങ്ങൾ നിൽക്കുന്നത്, അന്നേരം ഓടാതിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്ന് പാലപ്പം, ചിക്കൻ സ്റ്റൂ കഴിച്ചു, കോഫിയൊക്കെ കുടിച്ചു. ഞങ്ങളിവിടെ ഒളിയിരിക്കുകയാണ്. വേണമെങ്കിൽ കിടക്കാം, നമുക്ക് ബെർത്തുണ്ട്. ഇവിടെ ചേച്ചിമാർ രണ്ടുപേരും ഇരിക്കുന്നു. ഇവിടെ കിടക്കുന്നു. ഞാനും അമ്മക്കുട്ടി ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളങ്ങനെ ട്രിവാൻഡ്രം സെൻറ്ററിലെത്തി. ഹൈസൻഡ് ഹോട്ടലിലേക്ക് പോവുകയാണ്. ബിസി ബിസി. അപ്പോൾ നമ്മളങ്ങനെ ഹൈസൻഡിലെത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ഞാനും അമ്മക്കുട്ടി ഇവിടെ ചുമ്മാ നോക്കണം വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡോർ തുറന്ന് വരുമ്പോൾ ഞങ്ങളുടെ റൂം ടൂർ ഇവിടെ തുടങ്ങുകയാണ്. പിന്നെ ഫ്രിഡ്ജുണ്ട്, കോഫി മേക്കറും പിന്നെ കെറ്റില്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫി, ടീ എല്ലാം വെച്ചിട്ടുണ്ട്. വാട്ടർ എല്ലാം വെച്ചിട്ടുണ്ട്, 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഐറ്റംസ് ടിപ്സൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. അടിപൊളി ബെഡ്, ഇവിടെ ഒരു വാട്ടർ വെച്ചിട്ടുണ്ട്. TV നല്ല ഇവിടെ ഒരു കുഞ്ഞ് ക്യാബിനറ്റ്. ഇവിടെ നമുക്കൊരു ലോക്കറുണ്ട്. ഐറ്റംസ് എല്ലാം ഇവിടെ ലോക്ക് ചെയ്തിട്ട് പോകാം. റോബ് നമുക്ക് ഷവറൊക്കെ എടുക്കുമ്പോൾ യൂസ് ചെയ്യാം. 1 റോബ്, ഒരു റോബേ ഉള്ളൂ. അയൺ ചെയ്യാനുള്ള ഒരു ബോർഡുണ്ട്, അയൺ ബോർഡുണ്ട്. പിന്നെ എക്സ്ട്രാ പില്ലോസ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് അമ്മക്കുട്ടി ചേച്ചിയുടെയൊക്കെ റൂമേ. സൈഡിലൊരു ഇരിക്കാനൊരു ബെഞ്ച് പോലൊരു സംഭവമുണ്ട്. കോഫി മേക്കർ, ഒരു കെറ്റില്, 2 കപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ, കോഫി, പിന്നെ വാട്ടർ, 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ചിപ്സ്, നട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അതെടുക്കുവാണെങ്കിൽ നമ്മൾ പേ ചെയ്യണം. അതിൻ്റെ റേറ്റ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. മിനി ഫ്രിഡ്ജുണ്ട്. ഈ ഫ്രിഡ്ജിലെ ഐറ്റംസ് എടുക്കുവാണെങ്കിൽ നമ്മൾ പേ ചെയ്യണം. ഇവിടെ കയറി വരുമ്പോൾ നമ്മുടെ ബെഡ്, ഇപ്പം നല്ല ബെഡാണ്. ഇരിക്കാൻ നല്ല സോഫ്റ്റ് ബെഡ്. നല്ലൊരു അടിപൊളി TV ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കൗണ്ടർ പോലെ ഇങ്ങനെ പോയിരിക്കുവാണ്. ഇങ്ങനെ പോയി നമുക്കിവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യണം. നമുക്ക് ഇവിടെ ഇരുന്നെല്ലാം നമുക്ക് ചെയ്യാം. ഡെക്കറേഷൻസ്, വാൾ ഡെക്കറേഷൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെയർ, നല്ലൊരു ചെയറുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടേബിൾ, റൗണ്ട് ടേബിളുണ്ട്. റൗണ്ട് ചെയറുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു ചെയർ. പിന്നെ ഒരു റൗണ്ട് സ്മോൾ ടേബിളുണ്ട്. പിന്നെ കർട്ടൻ ഇങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നല്ല വ്യൂ ആണ്. നമുക്ക് ട്രിവാൻഡ്രം മൊത്തം കാണാം. നമുക്കിങ്ങനെ രാത്രി ആകുമ്പോൾ ഒന്നുകൂടെ രസമായിരിക്കും, ലൈറ്റ്സ് എല്ലാം വരുമ്പോൾ. നമുക്കിവിടെ ഇരിക്കാം. ഇൻ്റർകോം, ലൈറ്റ്സ്, അവിടെ ഒരു ലൈറ്റ്സ്. അടിപൊളി റൂമാണ്. വാട്ടർ വെച്ചിട്ടുണ്ട്. ഒരു നൈറ്റ് സ്റ്റാൻഡ് ഉണ്ട്. ബാത്റൂംസ് ഇവിടാണ്. നമ്മുടെ സിങ്ക്, നമ്മുടെ ടോയ്ലറ്റ്, നമ്മുടെ ഷവറാണ്. വെരി നൈസാണ്. US സ്റ്റൈലിൽ തന്നെയുള്ള ഷവറാണ്. ഇവിടെ ടവൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. ബാത്റൂം എല്ലാം നല്ലതായിട്ടുണ്ട്. ഒരു ലോങ് മിററും ഉണ്ട് കേട്ടോ. 2 റൂം സെയിം ആണ്. 2 റൂമും എക്സിക്യൂട്ടീവ് റൂംസ് ആണ്. പിന്നെ ഞങ്ങളുടെ റൂം ഹൈസൻഡ് ഹോട്ടലിലെ 5th ഫ്ലോറിലാണ്. ഇത് എക്സിക്യൂട്ടീവ് റൂമാണ്. ഞങ്ങളുടെയും ചേച്ചി അമ്മക്കുട്ടി അവരെല്ലാം റൂം. 2 റൂമും എക്സിക്യൂട്ടീവ് റൂമാണ്. കോംപ്ലിമെൻ്ററി ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ലഞ്ചും ഡിന്നറും നമ്മളിവിടെ ഹോട്ടൽസ് ഉണ്ട്, അവിടെ നമ്മൾ പേ ചെയ്ത് വാങ്ങിക്കണം.
എക്സിക്യൂട്ടീവ് റൂം ആയതുകൊണ്ടാണ് നമുക്ക് കോംപ്ലിമെൻ്ററി കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് സ്നാക്സിനായിട്ട് 6th ഫ്ലോറിലേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് ജിമ്മുണ്ട്, ജിം ട്രെയിനറുണ്ട്, സ്പായുണ്ട്, അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂംസ്. നമ്മുടെ ലോഞ്ചിൽ വന്നിരിക്കുകയാണ്. ലോഞ്ച് 6th ഫ്ലോറാണ്. ഇവിടെ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ക്രോസാന്റ്, ഡോണറ്റ്, കേക്ക്, സം സ്നാക്സ്. ഇവിടെ കേക്ക് ഉണ്ട്, സം ഫ്രൂട്ട്സ് ഉണ്ട്, ഇവിടെയൊക്കെ സം സ്നാക്സ്, പ്ലേറ്റ്സ്, വാട്ടർ. പിന്നെ ഇവിടെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫി, ടീ എല്ലാം വെച്ചിട്ടുണ്ട്. സ്നാക്സ് സ്റ്റാൻഡ്. ഇനിയപ്പോൾ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ലോഞ്ചിൽ പോയി സ്നാക്സൊക്കെ കഴിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ ഉച്ച റെസ്റ്റൊക്കെ എടുത്തു. നമ്മുടെ ശ്രീ പത്മനാഭ ടെമ്പിൾ ഉണ്ടല്ലോ, ആ ടെമ്പിളും ഒന്ന് കണ്ട് കനകക്കുന്നൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുകയാണേ. അപ്പം ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പം ഐസിൻ്റെ ഫ്രണ്ട് ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വള്ളമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. ഇതിന് മുകളിലേക്ക് നമുക്ക് പോകാം. ചെടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബുദ്ധൻ ഇരിപ്പുണ്ട്. കാണാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കനകക്കുന്ന് കൊട്ടാരത്തിലെത്തി. സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു. അമ്മക്കുട്ടിയുടെ കയ്യെ മൈലാഞ്ചി വെച്ചു. കനകക്കുന്ന് കൊട്ടാരത്തിൽ നിന്ന് വന്നു. അവിടെ ഓണാഘോഷത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഭയങ്കര ബിസി. ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ലൈവ് ഷോ ഒക്കെ നടത്തായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ബൊഫേ ഡിന്നർ. നമ്മുടെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും അവർ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ബൊഫേ കഴിക്കും. നമ്മുടെ ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെയാണ് കഴിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഹൈസിൻ്റെ ഹോട്ടലിലെ ട്രിവാൻഡ്രത്ത് ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് തിരിച്ചു വരുന്നു. സൗണ്ടൊക്കെ ഒത്തിരി പോയായിരുന്നു. ഇവിടെ വന്ന് വെയിലൊക്കെ കൊണ്ടായിരിക്കില്ല നടന്നു. പിന്നെ എന്നെ നടന്നില്ല. കുളിച്ച് വെള്ളത്തിൻ്റെ പ്രോബ്ലം എന്നെ നടന്നില്ല. സൗണ്ടൊക്കെ പോയായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് യാത്രയിലായിരുന്നു. റെസ്റ്റ് എടുത്തില്ലല്ലോ. ഇത്രയും വലിയൊരു ലോങ് ജേർണി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം കുഞ്ഞാപ്പിക്കും അമ്മക്കുട്ടിക്കും ഒക്കെ സ്കൂള് നെക്സ്റ്റ് മൺഡേ ഓപ്പൺ ആവും. കോളേജ് സ്കൂളും ഒക്കെ.
അപ്പോൾ ഈ ഒരാഴ്ച അവർക്ക് വെക്കേഷനുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് അവർ പോകുന്നതിന് മുമ്പ് എല്ലായിടത്തും പോകാമെന്ന് ഓർത്താണ് നമ്മുടെ ടയർഡ്നെസ് ഒന്നും വകവെക്കാതെ പോയി. എനിക്ക് പനിയെല്ലാം അടിച്ചു, സൗണ്ടെല്ലാം പോയി. പിള്ളേരുടെ ഇല്ലെങ്കിൽ നമുക്കൊരു രസമില്ല, എല്ലാവരും കൂടെ പോയാലും ഒരു രസമുള്ളൂ. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ തന്നെ പോകുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് പോകാൻ വേണ്ടി നമ്മൾ ഇത്ര ഒരു സാഹസത്തിന് മുതിർന്നത്. അയ്യോ, നമുക്ക് അത്രയുള്ള ആരോഗ്യമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. പിന്നെ ഇപ്പോൾ പനിയൊക്കെ ഇച്ചിരി മെഡിസിനൊക്കെ എടുത്തു, പനിയൊക്കെ കുറഞ്ഞു വരുന്നു, സൗണ്ടൊക്കെ പയ്യെ തിരിച്ചു വരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ താഴോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണേ. അപ്പം നമുക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പിന്നെ ചേച്ചി അമ്മക്കുട്ടി അവരൊക്കെ എഴുന്നേറ്റൊന്ന് നോക്കണം. നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട്. ഞങ്ങളിവിടെ വട എടുത്തു, പരിപ്പുവട, ഉഴുന്നുവട എടുത്തു. ഉഴുന്നുവട ഞാൻ കഴിച്ചു പോയി. പിന്നെ പൂരി, മുട്ട എടുക്കാം. പിന്നെ ഇഷ്ടംപോലെ സാധനമുണ്ട്. പുട്ടുണ്ട്, ഇഡലിയുണ്ട്, മസാല ദോശയുണ്ട്, ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. അങ്ങനെ നമ്മുടെ ഹൈസിന്ത് ഹോട്ടൽ നല്ല അടിപൊളി ഹോട്ടലായിരുന്നേ. ഇത് ട്രിവാൻഡ്രത്ത് തമ്പാനൂരാണ്. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവർ നമ്മുടെ ഹോൾ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കേരള സ്റ്റൈലിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇഷ്ടംപോലെ, ഈവൻ നമ്മുടെ പേരയ്ക്ക അവർ വെച്ചിട്ടുണ്ട്, എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. സ്വീറ്റ്സ് ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് പാലപ്പം, മസാല ദോശ, നെയ് റോസ്റ്റ് അങ്ങനത്തെ സംഭവമൊക്കെ ആണെങ്കിൽ അവർ പറയുമ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ ടേബിളിൽ ഉണ്ടാക്കിക്കൊണ്ട് തരും. അങ്ങനെ അടിപൊളിയായിരുന്നു ഹോട്ടല്. ഞങ്ങളിപ്പോൾ ഇവിടെ കനികക്കുന്ന് വന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നതെന്ന് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ സമാപന ദിവസമാണ്, ലാസ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ലോട്ട്സ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നേ. ഒത്തിരി ആൾക്കാരും ഉണ്ട് കാണാനായിട്ട്. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കണം. പെർ പേഴ്സൺ 50 റുപ്പീസ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കാണ് അവിടെ ഗാനമേള നടക്കുന്നു. എനിക്കറിയില്ല, ഒത്തിരി ഷോകൾ നടക്കുന്നുണ്ട്. പിന്നെ നല്ല ലൈറ്റ്നിങ് ഒക്കെ ഇട്ട് നല്ല ഒത്തിരി ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആണെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ലൈവായിട്ട് ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ അതും കുറേ നേരം ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ പോരുകയാണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നാട്ടിലെ കൂടുതൽ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.